എഡ്വിൻ വൈബ്സിന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ പൊന്നൂസ് പനി കഴിഞ്ഞ പിന്നെ ഇതുവരെ അങ്കൻവാടി പോയിട്ടില്ല കേട്ടോ. അവളങ്ങ് ഓക്കെ ആയി വന്നില്ല, ചുമയങ്ങ് ശരിക്കും കുറഞ്ഞില്ല, ഹെൽത്ത് അങ്ങ് ഓക്കെ ആയിട്ടില്ല, ഫുഡ് അങ്ങ് ഒത്തിരി നോർമലി കഴിക്കാറായില്ല, അതുകൊണ്ടാണ് കേട്ടോ വിടാത്തത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് പൊന്നൂനെ ഒന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുക, അവളും മിണ്ടണി ഒന്ന് കേൾക്കട്ടെ എന്നൊക്കെ. അവൾ ആ നേരത്തെ ആ രീതിയിലേക്ക് എത്തിയിട്ടില്ല അല്ലേ പൊന്നോ? അല്ലേ? അതുകൊണ്ടാണ് അവൾക്കിപ്പോൾ വലിയ വീഡിയോയിൽ വരാനും അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. തണുപ്പാ ഇവിടെ. ഇന്നും ചെറിയ രീതിയിൽ മഴ ചാറിക്കൊണ്ടിരിക്കുക. മഴയൊക്കെയാണ്, ഇടയ്ക്കൊന്ന് തുള്ളി തോരും. അതുകൊണ്ട് പൊന്നുവിൻ്റെ തണുപ്പങ്ങ് മാറിയില്ല കേട്ടോ. അതുകൊണ്ട് പൊന്നുത് സെറ്ററൊക്കെ ഇട്ടാണ് നടപ്പ് അല്ലേ പൊന്നോ? അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം അതല്ല, ഞാൻ ജസ്റ്റ് അവളെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഇഞ്ചി എന്ന് പറഞ്ഞാൽ കരിയില ഇട്ട് മാത്രം നട്ട, വേറെ വളമൊന്നും ഇട്ട് കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ കരിയിലയൊക്കെ നന്നായിട്ട് ഇപ്പം മണ്ണായി. അപ്പോൾ മണ്ണ് ഒത്തിരി ഒന്നും ഇട്ടില്ലായിരുന്നു, നമ്മൾ കുറച്ച് മണ്ണിട്ടാണ് നട്ടോളൂ അല്ലേ. അപ്പം ഇടയ്ക്ക് ഇതിന് അത്യാവശ്യത്തിന് വളമൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇതിന് വളരാൻ ആവശ്യമായ ഇത് വേണ്ടേ. അപ്പം ഞാൻ ഇതിന് വളം ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഇടയ്ക്ക് പച്ചച്ചാണൻ ഒഴിച്ചു കൊടുക്കും. ഇപ്പം ഈ മഴയത്ത് അങ്ങനെ സാധിക്കില്ല, അടിച്ച് വെയിലൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ പച്ചച്ചാണൻ. പിന്നെ എൻ്റെ മെയിൻ വളം എന്ന് പറയുന്നത് ഉള്ളി, നമ്മുടെ അടുക്കള വേസ്റ്റ് ഇല്ലേ, ഉള്ളി, വെളുത്തുള്ളി, ബാക്കി പച്ചക്കറിയുടെ വേസ്റ്റ് അങ്ങനെയുള്ള ചായപ്പൊടിയുടെ. പക്ഷേ ചായപ്പൊടിയുടെ എടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, പഞ്ചസാര ഉണ്ടെങ്കിൽ ഉറുമ്പ് അങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. പിന്നെ മുട്ടത്തോട് അങ്ങനെയുള്ളതാട്ടോ ഞാൻ ഇടാറുള്ളൂ. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഓൾറെഡി ഇതാ മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുത്താൽ അങ്ങനെ തന്നെ കിടക്കണമുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. ഞാൻ കുറച്ച് ഇടയ്ക്കിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് എന്നും കൊണ്ടുപോയിടില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആയി വരുമ്പോൾ മാറി നമ്മുടെ ഇഞ്ചിക്ക് മാത്രമല്ലാട്ട് ഇങ്ങനെ കൊള്ളുള്ളൂ, നമ്മുടെ കപ്പ, നാരകം, പിന്നെ അതുപോലെയുള്ള ബാക്കി പച്ചക്കറികൾക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഒത്തിരി നല്ലതാട്ടോ. കവറി മാത്രമല്ല, ഇവിടെ മണ്ണിലൊക്കെ നിൽക്കണ്ടിട്ടോ. അപ്പം അതിനും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. സവോളയുടെയും ഉള്ളിയുടെയും ഒക്കെ തോല് നന്നായിട്ട് ഇരട്ടി വിളവ് ലഭിക്കാൻ ഇത് ഒത്തിരി നല്ലതാട്ടോ. ഇതിൻ്റെ കൂടെ ചെറിയ സവോളയുടെ ചെറിയതൊക്കെ ഉണ്ടെങ്കിൽ മുളച്ച് വരും കേട്ടോ. ഇതുണ്ടോ, ഇത് നോക്കിക്കേ, എന്താ ഇത് കണ്ടോ, മുളച്ച് വന്നേക്കണോ? ഇത് നമുക്ക് കുറേ ഉണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തെടുത്ത് ഒരെണ്ണൊക്കെ വയ്ക്കാൻ നല്ല കേട്ടോ. സവോള, ഉള്ളി എന്നൊക്കെ പറയണ അയണിൻ്റെ കണ്ടൻറ്റൊക്കെ ഏറ്റവും കൂടുതലുള്ളതല്ലേ. അപ്പം ഇനി ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, അതാണ് മെയിൻ. അപ്പം അതാട്ടോ മെയിൻ. കണ്ടോ നന്നായിട്ടിതാ ഞാൻ ആ പനിയുടെ സമയത്ത് ഇട്ട് കൊടുത്തതാ മുട്ടത്തൊണ്ടൊക്കെ കേട്ടോ. അതെ, ഇഞ്ചിക്ക് കാനി കയറി വന്ന കണ്ടോ, ഇതാ കാനി പൊട്ടി വന്നുണ്ടോ. പക്ഷെ ഇടയ്ക്കൊക്കെ ഉണ്ടോ, ഇപ്പം ഞാൻ കുറേ നാളായി നട്ടിട്ടതാ, ഇപ്പം കാണുന്ന കേട്ടോ ഇങ്ങനെ ഒരു ഇലയ്ക്കൊരു പഴുപ്പ് പോലെ വന്നതോ. എന്താ സംഭവം എന്ന് അറിയത്തില്ല. അപ്പം ഇത് ഇട്ട് കൊടുക്കണേ, ഇതിങ്ങനെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നതിലുപരി ഒരു കാര്യം കൂടെ ചെയ്യണം, അതാണ് മെയിൻ. അതെന്താണെന്ന് കാട്ടിത്തരാം. മണ്ണ് കുറച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം എവിടെ തൊട്ടാലും കുഴഞ്ഞിരിക്കും. അതുകൊണ്ട് ഞാൻ അപ്പുറം പോയി കുറച്ച് എടുത്തുകൊണ്ട് വന്നതാണേ. അപ്പം നമ്മൾ ഈ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇനിയാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇതുപോലെ കൊച്ചു തൊടണ്ട, മണ്ണിൽ തൊടണ്ട കേട്ടോ. ഇതുപോലെ ആവശ്യത്തിന്, ഒത്തിരി അമക്കി കൊള്ളിച്ചൊന്നും മണ്ണിട്ട് കൊടുക്കണ്ട കേട്ടോ. ആവശ്യത്തിന് ജസ്റ്റ് ഇതൊന്ന് അവിയാൻ പാകത്തിന് ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്താലാണ് ഈ വേസ്റ്റൊക്കെ ജീർണിച്ച് പെട്ടെന്ന് മണ്ണുമായിട്ട് മിക്സായി ഇതിന് നല്ല വളമായിട്ട് തീരുവോളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ആവശ്യത്തിന്. ഇനിയും നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് സ്പേസ് വേണം. ഒത്തിരി അമക്കി കൊള്ളിച്ചൊന്നും ഇടണ്ട, ആവശ്യത്തിന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇഞ്ചിയുടെ വളപ്രയോഗം ഇങ്ങനെയാട്ടോ. ചാണകവെള്ളം ഒഴിക്കും, ഇങ്ങനെയുള്ള അടുക്കള വേസ്റ്റ് ഇട്ട് കൊടുക്കും.
കണ്ടോ ഇതിനൊക്കെ കാനി ഉണ്ടായേക്കണ കണ്ടോ. ഏകദേശം തീരാറായി. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ചെറിയ രീതിയിൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഇഞ്ചിയൊക്കെ കൃഷി ചെയ്യണവർ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കട്ടോ. എന്നിട്ട് വിളവൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ്സിലിടണം. പിന്നെ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.